ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ ശനി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ജാതക ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പാപ്പനാണെന്ന് പൊതുവെ സങ്കല്പിക്കപ്പെടുന്ന ഗ്രഹമാണ് ശനി. എന്നാൽ ചിലപ്പോൾ ശുഭനേക്കാൾ ശുഭനായി തീരുന്ന ഗ്രഹവുമാണ്. ശുഭഗ്രഹങ്ങൾക്ക് നൽകാൻ കഴിയാത്ത പല ഉത്കൃഷ്ട ഫലങ്ങളും ശനിക്ക് ജാതകന് നൽകാൻ കഴിയുന്നതാണ്. ദുഃഖത്തിൻ്റെ കാരകനാണ് ശനി. എങ്കിലും ക്ഷമ, സ്ഥിരോത്സാഹം, പരിശ്രമം, ധനലാഭം, സതീത്വം, ദീർഘായുസ് തുടങ്ങിയവയുടെ കാരകനും കൂടിയാണ് ശനി. ശനി ബലവാനായി ഒരു ജാതകത്തിൽ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ ദീർഘായുസ്സിന് ഉടമയാണ്. ബലവാനായ ശനി ഏതെങ്കിലും ഒരു ശുഭക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് 7ാം ഭാവത്തെയോ 7ാം ഭാവാധിപനെയോ ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ജാതക സതീത്വം ഉള്ളവളാണ്. ബലവാനായ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നു എങ്കിലും ജാതകന് ശനി ദീർഘായുസ്സിനെ നൽകുന്നതാണ്. ശനി നല്ല സ്ഥാനത്ത് എവിടെ നിന്നാലും ജാതകന് വളരെ സമ്പന്നതയും പ്രതാപവും നൽകുകയും ചെയ്യും. ശനി വ്യാഴവുമായോ ശുക്രനുമായോ യോഗം ചെയ്ത് നിൽക്കുന്നു എങ്കിൽ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഫലദാനശേഷി കുറയുകയും ശനിയുടെ ഫലദാന ശക്തി കൂടുകയും ചെയ്യുന്നതാണ്. ശനിയുടെ പാപബലം ഗണ്യമായി നശിക്കുകയും ചെയ്യും. ശനിയുടെ മറ്റൊരു പ്രത്യേകത, ശനിയും ബുധനും നപുംസക ഗ്രഹങ്ങളായി സങ്കല്പിക്കപ്പെടുന്നവകളാണ്. ഈ ഗ്രഹങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ശനിയുടെ യോഗം കൊണ്ട് ബുധനും പാപനായി തീരുകയും അവർ രണ്ടുപേരും കൂടി 2 ശനി ചെയ്യുന്ന പാപഫലങ്ങൾ ജാതകന് അനുഭവിക്കേണ്ടതായും വരുന്നതാണ്. ശനിയാഴ്ച ദിവസത്തിലും സ്വന്ത ദ്രേക്കാണത്തിലും വർഗോത്തമം ചെയ്ത് നിൽക്കുമ്പോഴും സ്വവർഗസ്ഥിതി ഉള്ളപ്പോഴും മകരം, കുംഭം, തുലാം ഈ രാശികളിൽ നിൽക്കുമ്പോഴും ലഗ്നാൽ 7ാമിടത്ത് നിൽക്കുമ്പോഴും ദക്ഷിണായനത്തിലും രാത്രിയിലും രാശിയുടെ അവസാനത്തിലും ഗ്രഹയുദ്ധം നടക്കുമ്പോഴും കൃഷ്ണപക്ഷത്തിലും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോഴും ശനി പ്രത്യേകം ബലവാനാണ്. വക്രഗതിയിൽ ശനിക്ക് ബലമില്ല എന്ന പക്ഷക്കാരും ആചാര്യന്മാർക്കിടയിൽ ഉണ്ട്. ശനിയുടെ നീച രാശിയായ മേടത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ബന്ധുക്കളില്ലാത്തവനും സഞ്ചാരിയും അറിവില്ലാത്തവനും കപട സ്വഭാവം ഉള്ളവനും ആയിരിക്കുന്നതാണ്. അടുത്തത് ചൊവ്വയുടെ മറ്റൊരു ക്ഷേത്രമായ വൃശ്ചികത്തിൽ ശനി നിൽക്കുമ്പോൾ ജാതകന് ബന്ധനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്ക, വധം അല്ലെങ്കിൽ വധം നടത്തൽ, താടനം അല്ലെങ്കിൽ താടന അധികാരം, ദയയില്ലായ്ക എന്നീ ഫലങ്ങളായിരിക്കും. സൈനിക വിഭാഗങ്ങൾ, പോലീസ് വിഭാഗങ്ങൾ എന്നിവരെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നവരാണ്. ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരികയും ചിലപ്പോൾ സ്വയം അനുഭവിക്കേണ്ടതായും വരും. ബുധൻ്റെ ക്ഷേത്രങ്ങളായ മിഥുനം രാശിയിലോ കന്നി രാശിയിലോ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സന്താനങ്ങൾ കുറഞ്ഞവനും അവൻ്റെ സുഖത്തിനും ധനത്തിനും ഹാനിയും, എഴുത്ത് സംബന്ധിച്ചുള്ള കാര്യത്തിലും വിദ്യയിലും തോൽവി പറ്റുന്നവനും രക്ഷാധികാരിയായും നായകത്വം ഉള്ളവനും ആയിരിക്കും. അടുത്തത് ഇടവം രാശിയിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അഗമ്യകളും വൃദ്ധകളും ആയിരിക്കുന്നതും താഴ്ന്ന പടിയിൽ കഴിയുന്നവരുമായ സ്ത്രീകളിൽ ആസക്തനും സമ്പത്ത് കുറഞ്ഞിരിക്കുന്നവനും ഭാര്യമാരെ തേടി നടക്കുന്നവനും ആയിരിക്കും. അടുത്തത് ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ
ധനമില്ലാത്തവനും മാതാവിനെ വേർപെടുന്നവനും പുത്ര സന്താനങ്ങൾ കുറഞ്ഞിരിക്കുന്നവനും അറിവില്ലാത്തവനും പല്ലുകൾക്ക് വൈകൃതാവസ്ഥയുള്ളവനും ആയിരിക്കും. അടുത്തത് സൂര്യന്റെ രാശിയായ ചിങ്ങം രാശിയിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ മാന്യത ഇല്ലാത്തവനും പുത്രന്മാർ ഇല്ലാത്തവനും അല്ലെങ്കിൽ തീരെ കുറച്ച് സന്താനങ്ങൾ മാത്രം ഉള്ളവനും വലിയ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവനും ആയിരിക്കും. അടുത്തത് വ്യാഴത്തിന്റെ ക്ഷേത്രങ്ങളായ ധനുവിലോ മീനത്തിലോ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അന്ധഃകരണശുദ്ധിയും നീതിബോധവും ഉള്ളവനും അനീതിയെ എതിർക്കുന്നവനും സർക്കാർ സംബന്ധമായതോ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതോ ആയ തൊഴിൽ ഉള്ളവനും നല്ല സ്നേഹിതന്മാരും വളരെ അസൂയക്കാരും നല്ല പുത്രന്മാരും നല്ല ഭാര്യയും ധനവും ദീർഘായുസ്സും ഉള്ളവനും വാർദ്ധക്യത്തിൽ സുഖം അനുഭവിക്കാൻ യോഗമുള്ളവനും സൈന്യം പുരം ഗ്രാമം എന്നിവകളിൽ എവിടെയെങ്കിലും ഒരു നേതൃത്വം ഉള്ളവനും ഒടുവിൽ മംഗളകരമായ മരണം സിദ്ധിക്കുന്നവനും ആയിരിക്കും. മംഗളകരമായ മരണം എന്നത് വെള്ളത്തിൽ വീണിട്ടോ ഇടിയും മിന്നലുമേറ്റിട്ടോ ആയുധങ്ങളാലോ തുടങ്ങിയ ദുർമരണം അല്ലാത്ത സുഖകരമായ സ്വാഭാവിക മരണത്തെയാണ് മംഗളകരമായ മരണം എന്ന് പറയുന്നത്. അടുത്തത് ശനിയുടെ സ്വന്തം ക്ഷേത്രങ്ങളായ മകരം രാശിയിലോ കുംഭം രാശിയിലോ ശനി നിൽക്കുമ്പോൾ ജനിച്ചവൻ അന്യ സ്ത്രീകളുടെ ധനം തുടങ്ങിയവകൾ ലഭിക്കുന്നവനും ഗ്രാമത്തിൻ്റെയോ പുരത്തിൻ്റെയോ നേതൃത്വം ഉള്ളവനും ഉദ്യോഗസ്ഥാനത്താണെങ്കിൽ കീഴ്ജീവനക്കാരുടെ മേധാവിയായും സ്ഥിരമായ ഐശ്വര്യം ധനം സുഖം എന്നിവകൾ ഉള്ളവരും ശരീരത്തിന് മലിനമായ വിയർപ്പിൻ്റെ ഗന്ധം ഉള്ളവരും ആയിരിക്കും. മകരം രാശിയിൽ ശനി നിൽക്കുന്ന ജാതകൻ മിതഭാഷിയായിരിക്കും എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. അടുത്തത് ശനിയുടെ ഉച്ചരാശിയായ തുലാം രാശിയിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ വളരെ വലിയ പ്രസിദ്ധി ഉള്ളവനും സൈന്യം സംഘം പുരം ഗ്രാമം സമുദായം ഇവയുടെ ഏതിൻ്റെയെങ്കിലും നേതൃത്വവും പൂജ്യതയും കീർത്തിയും ഉള്ളവനും ധനവാനായിരിക്കുന്നവനും സുഖിമാനും ആയിരിക്കും. ധനു മകരം കുംഭം മീനം ഈ രാശികൾ ശനിക്ക് പ്രത്യേകമായ ഒരു ബലവും ശുഭത്വവും ഉള്ള രാശികളാണ്. ആ രാശികളിൽ നിൽക്കുന്ന ശനി ജാതകന് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് മാത്രമല്ല ബുദ്ധിഗുണം ധനം സൗന്ദര്യം കാര്യശേഷി എന്നീ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ ശനി നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.